കഴിഞ്ഞ ഒരു മാസക്കാലമായി റഫേൽ തമ്പടിച്ച് ഹമാസിനെതിരെ പോരാട്ടം നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് റഫ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. കഴിഞ്ഞ ദിവസം ഈജിപ്തുമായി ഈ ഗാസയുടെ അതിർത്തി 14 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ഇടനാഴി അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായതായി ഇസ്രായേൽ പ്രതിരോധ വക്താവ് ഡാനിയൽ അസാരി പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ടാങ്കുകൾ ഈ റഫയുടെ മധ്യഭാഗവും കടന്നിട്ടാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് പുതിയതായി പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ഒരു മാസമായി തന്നെ ഈ റഫയെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത്. മധ്യ റഫയിലെ സുറൂബ് കുന്നിലും അൽ അഫ്ദ പള്ളിക്ക് സമീപം ഇസ്രായേൽ ടാങ്കുകൾ കൂടുതലായി വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് പൂർത്തിയാകാൻ 7 മാസം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റാഫയുടെ നിയന്ത്രണം ഏറെക്കുറെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.